ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പൂക്കളെ കുറിച്ചാണ്. കുറച്ച് പൂക്കളൊക്കെയുള്ള ഒരു അടിപൊളി വീട്ടമ്മയാണ് പരിചയപ്പെടുന്നത്. ലിജിയുടെ വീട്ടിലാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ബാബു ജോസഫ് സാറിൻ്റെ വൈഫാണ്. അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ പൂക്കളും മാത്രമല്ല, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഉണ്ട് അല്ലേ? ഏതൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സുകളാണുള്ളത്? ഇവിടെ വീട്ടിലിപ്പം റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, പിന്നെ മാവുണ്ട്. എത്ര വെറൈറ്റി മാവുണ്ട്? വെറൈറ്റി രണ്ടെണ്ണേ ഉള്ളൂ. കുറെ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. ഭയങ്കര തണലായി കഴിഞ്ഞപ്പോ വെട്ടിക്കളഞ്ഞതാണ്. ഇപ്പൊ 2 മാവേ ഉള്ളൂ, 2 റംബുട്ടാൻ, 2 മാംഗോസ്റ്റീൻ. പിന്നെ വീട്ടിൽ എത്രേ ഉള്ളൂ, നമുക്ക് സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് ഇത്രേ ഉള്ളൂ. പിന്നെ കുറെ ബാക്കി ജാതികളാണ് ബാക്കിയൊക്കെ. അപ്പൊ പഴച്ചെടികൾക്കും പൂച്ചെടികൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വീട് അല്ലേ? അതെ, ഭർത്താവിന് പഴവർഗം, ഭാര്യക്ക് പൂച്ചെടി. അപ്പൊ നമുക്ക് ഓരോ ചെടികളായിട്ട് കാണാം കേട്ടോ. പെറ്റൂണിയ, പിന്നെ ബ്രൈഡൽ ബൊക്കെ അപ്പുറത്തുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ചെടികളൊക്കെ ഉണ്ടല്ലേ. ഈ ഹോം പ്ലാന്റ്സ് എന്ന് പറയുന്ന ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ പുള്ളിക്കാരിയുടെ സംഭാവനയാണ്. ഒരുപാട്. അപ്പൊ നമ്മുടെ സംഭവം ഇപ്പൊ കൃഷി ലോകത്തിലെ ആളുകൾക്ക് അതല്ലോ, നമ്മുടെ മാംഗോസ്റ്റിൻ അറിഞ്ഞല്ലോ. അപ്പൊ മാംഗോസ്റ്റിൻ അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ മാംഗോസ്റ്റിൻ മരത്തിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ പറമ്പിൽ ഉണ്ടായതുപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗത്താണ് കൂടുതലായിട്ട് കായ്കൾ ഇവിടെയും കാണപ്പെടുന്നത്. വെയിൽ കൂടുതലുള്ള ഭാഗത്ത് കായ്കൾ കുറവും, കുറച്ചൊരു ഷെയ്ഡുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. നിറയെ പൂക്കുന്നല്ലേ, നിറച്ച് പൂവുണ്ടായി. വൈപ്പൂവല്ലേ? ആ, വെള്ളപ്പൂ. ഓർക്കിഡാണ്, തണ്ടർ ഓർക്കിഡ് എന്ന പേര്. നിറച്ച് പൂവുണ്ടാവും. ഒറ്റയടിക്ക് ഒറ്റ ദിവസമേ പൂവുണ്ടാവുള്ളൂ. പക്ഷെ നല്ല മണമായിരിക്കും ആ ഒരൊറ്റ ദിവസം. പക്ഷെ ഇടി വെട്ടി ഒരാഴ്ചക്കുള്ളിൽ പൂവ്. അതുകൊണ്ടാന്ന് തോന്നുന്നു അതിന് തണ്ടർ ഓർക്കിഡ് എന്ന് പേര് വരും. നല്ല രസമായിട്ട് ഇങ്ങനെ മാവ് ഫുൾ ആ പൂവുണ്ടാവും. മാവിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ? മാവിൽ കെട്ടി. ഇത് വെട്ടിക്കളഞ്ഞ മാവുമ്മയായിരുന്നു. പിന്നെ ഇതുമേലേക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണല്ലേ? ആന്തൂര്യം ഈ പറഞ്ഞ പോലെ മാവുകളുടെ അടിയിലായിരുന്നു. പക്ഷെ മാവ് പോയതിന്റെ ക്ഷീണത്തില് വലിയ ഉഷാറില്ലാതെ നിൽക്കുന്നവരാണ്. അപ്പൊ വീടിന്റെ മുകളിലും ഒക്കെ റോസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ക്രീപ്പർ റോസുകളാണ്. ഇങ്ങനെ താഴോട്ട് വീഴും എന്നാണ്. അവിടെ പിന്നെ കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിലടിക്കുന്നതുകൊണ്ട് ആ വെയിലിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് കയറ്റിയേക്കേണ്ടതാണ്. ഇത് മാംഗോസ്റ്റീൻ. ഇതുമ്മ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ കായായി തുടങ്ങി. കായ ചെറുതായിട്ട് കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. റംബുട്ടാൻ നന്നായിട്ട് കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഇത് വാട്ടർ പ്ലാന്റ് ആണ്. അംബ്രല്ല പെനിവേട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു അംബ്രല്ല പോലെ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ലീഫ്. ഇത് പകുതി മണ്ണിൽ ബാക്കി ഫുൾ വെള്ളം നിറച്ചിട്ടാണ് നടുക. വെള്ളം വേണം എപ്പോഴും, പിന്നെ നല്ല വെയിലും വേണം. അപ്പൊ ഇങ്ങനെ കുഞ്ഞു പൂവൊക്കെ വരും. കുഞ്ഞു പൂക്കളൊക്കെ വരും. നടല് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ എല്ലായിടത്തും ഇങ്ങനെ ഓരോ ലീഫിന്റെ ഇവിടെ നിന്ന് ഓരോ നോഡുകൾ വരും. അവിടെ നിന്ന് ഇങ്ങനെ വേര് പൊട്ടി ഇങ്ങനെ വരും. വന്നിരിക്കുന്ന ഭാഗം നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ ഈ പോത്തോസൊക്കെ നടുന്ന പോലെ ഇങ്ങനെ കണ്ടാവും. ഇത്രയും ഭാഗം ഇപ്പൊ ഇങ്ങനെ എടുത്ത ഓരോ ലീഫിന്റെ അടിയിൽ ഓരോ വേരുണ്ടാവും. അപ്പൊ ഇതൊരു കുറച്ചെടുത്തിട്ട് ഇപ്പൊ ഇതിന്നൊക്കെ നടുവാണെങ്കിൽ ഇതിങ്ങനെ ഒരു കേക്ക് പോലെ മുറിച്ചിട്ട് നട്ട നടുമ്പോ തൊട്ട് അതിനിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നിന്നോളൂ. ഇങ്ങനെ പേരുകളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടില്ല. ഇതൊക്കെ മണി പ്ലാന്റ്സ് ആണ്. പോത്തോസ് എന്നൊക്കെ പറയും. ഇതിനൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പേരുകളൊന്നും അറിയില്ല. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് താഴേക്ക് ഇതിന് പറ്റിയ ക്ലൈമറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ വെയില് കറക്റ്റ് അവിടെ. ഡയറക്റ്റ് വെയിൽ അടിക്കാൻ പാടില്ല. ഇതിവിടെ ഇത് വെച്ചേക്കുന്നോണ്ട് ഒരു ഷെയ്ഡിലാണ് വരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആപ്റ്റ് ഇതായതുകൊണ്ടാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കാൻ ചെയ്യാറായി. നിലമുട്ടി. ഇത് ഒരുപാട് വലിയ ഇലകളല്ല, ഈ ഒരു ടൈപ്പ് ഇലകളാണ്. നിലത്ത് നട്ടാ ഭയങ്കര വലിയ ഇലകൾ വരും. ഭയങ്കര വലിയ ചേമ്പിന്റെ ഒക്കെ അത്രയും വലിയ ഇല വരും നിലത്താ നടുന്നെങ്കിൽ. ഇതിന്റെ വളം ഇപ്പൊ ചട്ടിയിലാവുമ്പോ അതിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. ഓവറായിട്ട് ഗ്രോ ചെയ്യും. നിലത്ത് നട്ടാ അതൊക്കെ ഓവർ ഗ്രോത്തിലേക്ക് പോകും. കൈ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതൊക്കെ നിൽക്കണ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് എങ്ങനെയാണ്? ഇതിനകത്ത് സാധാ മിക്സ് തന്നെ. എപ്പോഴും നല്ലത്. എപ്പോഴും അങ്ങനെ തോന്നിയിരിക്കുന്നത് ഹാങ് ചെയ്തിടുന്നത്. പിന്നെ പകുതി കൊക്കോപിറ്റ്, ചാണകപ്പൊടി, മണ്ണ് മിക്സില് ഇടും. പിന്നെ വളം ഞാൻ ഈ പറഞ്ഞ പോലെ NPK ഇടുന്ന സമയത്ത് എല്ലാത്തിനും കുറേശ്ശെ ഇട്ട് കൊടുക്കും. നല്ല രസമുണ്ട്. നല്ല എന്താണ്, വെയിലൊന്നും അധികം അടിക്കാത്ത ഏരിയയിലായതുകൊണ്ട് കൂടി നല്ല ഷെയ്ഡിലാണ് ഇവരൊക്കെ. ഷെയ്ഡിൽ അവർ നിൽക്കുള്ളൂ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അവിടെ കാണിച്ച ബ്രൈഡൽ ബൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തതാണ്. ഇത് കുറേ ട്രൈ ചെയ്തിട്ടാണ് അവസാനം ഒരെണ്ണം പിടിച്ച് കിട്ടും. 3 കൊല്ലം ഇത് ചട്ടിയിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ അധികം വെയിൽ വേണ്ടാന്ന് തോന്നുന്നു. കാരണം മേലെയൊക്കെ ചെറുതായിട്ട് മഞ്ഞിക്കുന്നുണ്ട് വെയിൽ കൂടുന്ന സമയത്ത്.
ഇതിപ്പോ ഇവിടെ ഈ കുറച്ച് നേരത്തുള്ള വെയിലുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതോ അവിടെ അധികം വെയിലില്ല, കാരണം ലീഫൊക്കെ നല്ല രസമായിട്ട് നിൽക്കും. അപ്പൊ ബ്രൈഡൽ ബൊക്കെ ബുക്കിംഗ് അനുസരിച്ച് നിങ്ങൾ നട്ടുപിടിപ്പിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്നും ബുക്ക് ചെയ്യാനാ എപ്പോഴാവുന്ന് പറയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ചിരട്ടെ കൊണ്ട് ബോർഡർ പിടിപ്പിച്ചു നോക്കി. മെറ്റലും മണ്ണും കൂടി മിക്സ് ആയ ശരിയാവില്ല 10 മണിയുടെ. പിന്നെ ആ കാണുന്ന മരം മുറിച്ചൊരു ഭാഗമാണ്, അതുകൊണ്ടാണ് അത് അവിടെയും ചെടികൾ. റംബൂട്ടാൻ തന്നെ പുള്ളിക്കാരത്തി ഈ ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന പുള്ളിക്കാരത്തിയുടെ പ്ലാന്റാണത്. അതെ അതെ, ഒരെണ്ണം വെക്കാനേ പറഞ്ഞോളൂ കേട്ടോ, അവിടെ 2 വെക്കാനായിട്ട് നമ്മള് ഞാൻ ഒരെണ്ണം വെക്കാം എന്ന് വിചാരിച്ച് ഞാനിവിടെ വെച്ചതാണ്. പക്ഷെ ഞാൻ വന്നപ്പോ എനിക്ക് ഇവിടെ ഓൾറെഡി 2 ആയി കഴിഞ്ഞു. പക്ഷെ 2 നന്നായി കുത്തുണ്ട് തിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇങ്ങനെ കുറച്ചുകൂടെ സെന്ററിലേക്ക് ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ ആ സമയത്ത് നിനക്ക് ഇവിടെ ഗാർഡൻ വെച്ചോട്ടെ, ഇവിടെ ചെടികൾ വെച്ചോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ സെൻട്രൽ ചെയ്ത് അതിന്റെ ഫ്രൂട്ട് എടുക്കാൻ മാത്രമല്ല, ഇവർക്കും കൂടി ഒരു അന്തരീക്ഷം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആമ്പിൽ അവിടെ ഞാൻ ഇന്നലെ നട്ടുള്ളൂ, അതാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇന്നലെ മാറ്റിയുള്ള ചട്ടിയിലേക്ക്, അവിടത്തെ ചട്ടിയിലായിരുന്നു. അവിടെ വെയിൽ കുറവായിരുന്നു, ഇലയൊക്കെ കുഞ്ഞിതായി വരുന്നു. അത് വെള്ള ആമ്പിലാണ്. ഇതിനകത്ത് ഗപ്പിയുണ്ട്. ഗപ്പിയുണ്ട്. അല്ലെങ്കിൽ കൂത്താടി അതാണ് എന്റെ ഞാൻ പറഞ്ഞ അതല്ല. നിറച്ചിങ്ങനെ പൂവുണ്ടല്ലോ, നിറയെ പീസ് ലില്ലി എന്നാണ് എന്റെ പേര്. നല്ല ഭംഗിയുണ്ട്, നിറച്ച് പൂക്കും അല്ലേ? നിറച്ച് പൂക്കും. അത് ഇങ്ങനെ പൂത്ത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഒരു ഒറ്റ പ്ലാന്റ് ആയിട്ട് ഞാൻ ഈ വലിയ നമ്മുടെ ആമ്പലിന്റെ ചട്ടിയാണത്, ആമ്പലൊക്കെ നടന്ന ചട്ടി. അപ്പൊ അതിലേക്ക് ഞാൻ ഒരെണ്ണമായിട്ട് ഇങ്ങനെ പ്ലാന്റ് ചെയ്താ. പിന്നെ അതിന്റെ കടക്കേന്ന് ഇങ്ങനെ വേര് പൊട്ടി ഇതില് എല്ലാത്തിനും കൂടെ പൂ വരുമ്പോ പൂവിന്റെ വലിപ്പ വ്യത്യാസം കാണും, മനസ്സിലാവും. ഇത് ആദ്യത്തെ പ്ലാന്റിന്റെ പൂവാ, വലിപ്പം കണ്ടോ. ഇത് ചെറിയ തൈന്ന് കൂട്ടിയേക്കണം പൂവാ. അപ്പൊ ഇതിന്റെ മൂത്ത് വരുമ്പോ ഒരാള് തല മുമ്പിട്ട് വെക്കണോ? എന്ത് സംഭവം പീസ് ലില്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പീസ് കാണിക്കുന്നവള് അതാണ് പേര് വന്നേക്കണെന്ന്. അങ്ങനെ വന്നിരിക്കുന്നതാണ്. എന്തായാലും അടിപൊളി പ്ലാന്റ് ആണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ജർബറകള് നല്ല കളറുള്ള പൂക്കളൊക്കെ ആക്കി വരുത്തുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ ഐഡിയ ഉണ്ട്. അവിടെ ആന്തൂരിയ വെച്ചിരുന്നത്. ആന്തൂരിയം ഇത് ഹൈബ്രിഡ് ആന്തൂരിയാണ്. ഇതിന്റെ ലീഫ് കണ്ടോ, സാധാരണ പ്ലെയിൻ കളർ അല്ല, അതിന് ഒരു ഡബിൾ ഷെയ്ഡാ വരുന്നത്. അപ്പം കണ്ടപ്പം ഒരു ഇഷ്ടം തോന്നി, അങ്ങനെയുള്ളൂ. വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ, നഴ്സറിന്ന് വാങ്ങിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടെ ഉള്ളതാ. വയലറ്റ്, വെള്ള, ഓറഞ്ച്. ഇത് ഞാനേ ഈ കളറും വെള്ള കളറും കൂടെ ഒരുമിച്ചാ മിക്സ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നിൽക്കുന്ന സമയത്ത് വെള്ളയ്ക്ക് അത്ര ഇതില്ല, ഇത് ഡോമിനേറ്റിംഗ് ആണെന്ന് തോന്നുന്നു ഈ വയലറ്റ്. കാരണം വെള്ളയുടെ പൂക്കൾ എപ്പോഴും കുറവാണ്. ഞാൻ ഒരേപോലെ വെച്ചതാ, ഒരു ചട്ടിയിൽ തന്നെ വെള്ളയും വയലറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അല്ലേ. പക്ഷെ വെള്ളയ്ക്ക് കുറവാ, വെള്ള പൂക്കൾ വളരെ കുറവാ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ കാരനാണോ എന്ന് അറിയില്ല. മറ്റേതില് വെള്ളം, പക്ഷെ മറ്റേതിൽ അങ്ങനെ വരുന്നില്ലല്ലോ. അവിടെ അത് ഒറ്റയ്ക്കാ, വെള്ളം ഒറ്റയ്ക്ക്, അതെല്ലാം ഒറ്റയ്ക്ക് ഒന്നിലും മിക്സ് ഇല്ല. ഇത് ഞാൻ മിക്സ് ചെയ്ത് ഈ മൺചട്ടിയാണല്ലോ, താഴെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ച് നോക്കിയതാ. പക്ഷെ ഈ പൂ മാത്രമേ കാണുള്ളൂ, മറ്റേത് 1-2 എണ്ണം. നമ്മളിങ്ങനെ തണ്ട് മുറിച്ച് അങ്ങനെയല്ലേ പിടിപ്പിക്കുന്നത്. തണ്ട് നടുന്നതിനേക്കാളും ഇതിന്റെ നോടിന്ന് ഒരു ഇത് വരും കണ്ടോ, ഇങ്ങനെ ഒരു തണ്ടിൽ നിന്ന് ഇങ്ങനെ വേറെ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒരു 4 നോട് ഞങ്ങൾക്ക് തരും, കറക്റ്റ് ആയിട്ട് കിളിക്കുന്നത് നോക്കി. വെള്ള തരാം. ഞാൻ ഇത് പെട്ടെന്ന് ഇങ്ങനെ പോവും, നശിച്ചു പോണ സാധനം ചെടിയാണല്ലേ. പെട്ടെന്ന് നശിച്ചു പോണതാ. അപ്പൊ പല ചട്ടിയിൽ നമ്മൾ പിടിപ്പിക്കണം, പല ചട്ടിയിൽ പല സ്ഥലത്തായിട്ട് പിടിപ്പിച്ച് വയ്ക്കുന്നതാണ് സേഫ്. പെട്ടെന്ന് പോകും. കാരണം എന്റെ തന്നെ ഒരു മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോവാറാ പതിവ്. ഈ മഴക്കാലം മാത്രമേ അത് താണ്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറെ എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് നടുക പതിവ്. മഴക്കാലം എന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ, മഴക്കാലത്ത് മാറ്റണം. മഴ കൊള്ളനോടത്തല്ല വെക്കുന്നേ, പക്ഷെ ഇത് ഭയങ്കര ഈർപ്പം കൂടുതലല്ലേ. അപ്പൊ മൊത്തം മണ്ണ് നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റത്തില്ല നമുക്ക് മണ്ണ്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ടെറസിന്റെ മുകളിലാണ്. അപ്പോൾ ടെറസിന്റെ മുകളിൽ നിറയെ ബൊഗൈൻവില്ല വ്യത്യസ്ത നിറത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട, വെള്ളം കൂടിയ ഇലയുടെ ഇല കൂടും, പൂ ഉണ്ടാവില്ല. പൂ കുറയുള്ളൂ. കൊടുക്കലോ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം. ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം. അതിന്റെ ഒരു പ്രത്യേകത, നല്ല വെയിൽ ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും നിറയെ പൂക്കളാണ്.
അപ്പൊ ഇവിടുത്തെ ആമ്പൽ പൂക്കളാണ് കാണുന്നത്. വയലറ്റ് കളറ്, പിന്നെ ഇതൊരു പിങ്ക് കളറ്. അത് ബാക്കിലുണ്ടല്ലോ. ബാക്കിൽ ഇത് ഞാൻ താമര കൊറോണയുടെ സമയത്ത് കുരു വാങ്ങിച്ച മീൻസ് വിത്ത് മേടിച്ചിട്ട് നട്ടതാണ്. ഇതുവരെ പോകണ്ടായിട്ടില്ല. ആമസോണിൽ നിന്ന് മേടിച്ചതാണോ? ഓൺലൈൻ അല്ല, ഓൺലൈൻ എന്ന് പറയാം. അങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് താമര പിങ്ക് കളറായിരുന്നു. ഇന്ന് രാവിലെ വരെ ഓക്കെ ആയിരുന്നു ഇതിന്റെ പൂവ്. ഇപ്പൊ വാടി. അല്ല, ഇത് കുറച്ച് താമസിക്കും. അതിന്റെ കാണ്ടം വലുതായി. ചെമ്പരത്തി വരെ ഇവര് വെച്ചിട്ടുണ്ട്. താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അത് മറ്റേ എണ്ണ കാച്ചാനായിട്ട്. മറ്റേ ഓറഞ്ച്, നമ്മുടെ ബഡ് ഓറഞ്ച്, ഈ ഉണ്ടായി നിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുകളില് പഴുത്തത് നോക്കണം. ഇത് വാടി പഴുത്തതാണ്. കാരണം എന്ത് ചെയ്യും? വല്ലാണ്ട് പഴുക്കുമ്പോ ജ്യൂസ് എടുക്കാം. മാങ്ങ മാങ്ങ ഇവിടെ നോക്കി. അത് മാങ്ങയുടെ ആളാ. മാങ്ങ. അപ്പൊ ടെറസിൽ നിന്നാൽ നമുക്ക് ധൈര്യമായിട്ട് കൈയെത്തിച്ച് പിടിക്കാവുന്ന രീതിയിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ടെറസിൽ മുട്ടിരിക്കുന്ന പരുവത്തിലാണ് ഇവിടുത്തെ മാങ്ങകൾ കേട്ടോ. നല്ല ഇനം മാങ്ങയാണെന്ന് തോന്നുന്നു. തൊലി കട്ടിയൊക്കെ ഉള്ള നല്ല മാങ്ങയാണ്. അലോവേര നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനെന്താണ് വളം? വളം എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. ചാണകപ്പൊടി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇടും. അത് അവിടെ പറമ്പിൽ അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൊണ്ടുവരും. ഇടും. അല്ലാതെ വേറെ വളങ്ങളൊന്നും ഇല്ല. പിന്നെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. താഴെയും ഗ്രൗണ്ട് ഓർക്കിഡും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊള്ളാം. നല്ല ഗാർഡനാണ്. ഇത് പടരണ മുല്ലയാണ്. ഇത് റിങ് വെച്ച് കൊടുത്തേക്കാം. അവിടെ ഒരു കമ്പിമ റിങ് വെച്ച് കൊടുത്തിട്ട് അപ്പൊ ഞാനിങ്ങനെ പ്രൂൺ ചെയ്ത് വെക്കും. പൂ കഴിഞ്ഞ് കഴിയുമ്പോ പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പൊ നിറയെ പൂവുണ്ടാവും. അപ്പൊ പിന്നെയും പൂക്കളുണ്ടാവും അല്ലെ? വീടിന്റെ മുറ്റത്ത് മുല്ല വെക്കുന്നത് തൊട്ട് ഉള്ള മുല്ലയാണത്. വീട് 12 അപ്പൊ തൊട്ടുണ്ട്. അതൊരു എന്തായാലും നല്ലതാണ്. ഞാൻ പറഞ്ഞ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. വീട്ടുമുറ്റത്ത് മുല്ല അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ വെച്ച ഐശ്വര്യമാണെന്നാണ്. നല്ല രസം. ഇത് നല്ലതാ. ഇപ്പോഴും ഇങ്ങനെ പ്രാണികളും മണവും ഒക്കെ ആയിട്ട്. പിന്നെ കിളികള് കൂട് വെക്കും. കിളിക്കൂട് ഉണ്ട് ഇതിന്റെ ഉള്ളായിരുന്നു. അത് ഞങ്ങളുടെ അടുത്തുണ്ട്. പൂച്ച ഉള്ളതുകൊണ്ട് അതെ, കിളിയുണ്ട്. നമ്മുടെ കിളി തന്നെ കിളി പറഞ്ഞു കണ്ടായിട്ടില്ലല്ലോ. ഭയങ്കര ഉപദ്രവം. പാലക്കിട്ട് വന്ന് കൊത്തിട്ട് ഇത് തന്നെയാണ് വീട്ടിലുള്ള ഇതിന്റെ ഉള്ളില് കിളിക്കൂടുണ്ട്. കൂട് കാണാനില്ല. അതെ, അതിന്റെ ഇതാണ് കൂട്. കൂടുണ്ട്. അതിന്റെ ഉള്ളിലുണ്ട്. ഇതാണ് അവരുടെ ടെക്നിക്കേ. അതെ, വിശാലമായ കൂട്. പൂച്ചയും കയറി ഇരിക്കണായിരുന്നു അതിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇവര് തമ്മിൽ സഹകരണമാണോ? കിളിക്കൂട്ടില് മുട്ടയും ഉണ്ട്. 2 മുട്ടയുണ്ട്. അത് കൊടുത്തല്ലേ. ഇത് നമുക്ക് വീട്ടിലുള്ള. ഇത് തൊണ്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലേ. തൊണ്ടും ഇഷ്ടികയും ഒക്കെ ഇട്ടാണ് നട്ടിരിക്കുന്നത്. പല പല വെറൈറ്റി ഓർക്കിഡുകളൊക്കെ ഇല്ല. അറ്റത്തെ ഡാൻസിങ് അല്ലല്ല, അത് സോണിയ ഓർക്കിഡ് അല്ലേ? അപ്പൊ ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയാവുന്നവര് ഇട്ടുള്ളൂ കേട്ടോ, കമന്റ് ചെയ്തോളൂ. ഇതിലും ഒക്കെ മുട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തും മുട്ട, എല്ലാത്തിലും മുട്ട ഉണ്ടായിട്ടുണ്ട്. പൂവായിട്ടില്ല. ഇതൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി വെച്ചോളൂ. ഇതൊരു വലിയ ചട്ടിയിലായിരുന്നു. ഇതുമ്പോ ഇങ്ങനെ ഒരു കൊലയായിട്ട് ഒരു ബഞ്ചായിട്ട് ഒരു വയലറ്റ് കളർ പൂക്കളുണ്ടാവും. ഇങ്ങനത്തെ സാധാരണ പോലത്തെ ഒരു ഓർക്കിഡ് അല്ല. പക്ഷെ നല്ല മണമൊക്കെ വയർ ഇങ്ങനെ കെട്ടിയിട്ട് അതുമേ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ വക്കീലിന് പോലും ചെടി നനയ്ക്കണമെന്ന് തോന്നി തുടങ്ങി. ചെറിയൊരു പേടിയുണ്ട്. ഇവളുടെ അമ്മയുടെ പേര് മീനു എന്നാണ്. അപ്പൊ ഇതിന് അമ്മയുടെ ഒരു പകുതി പുള്ളിക്കുത്തും മേത്ത വർണ്ണനകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഹാഫ് മീനു എന്നാണ് മോള് പേരിട്ടാണ്. ഹാഫ് മീനു. ഇന്നൊരു സങ്കടം പറയാനുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഷ്ലി എന്ന് പറഞ്ഞ പെൺപൂച്ച, അതെന്തോ ഒരു അതിന് എന്തിരിച്ചാന്ന് പറഞ്ഞാൽ എന്തെന്ന് ഉറപ്പില്ല, ചത്തി കിടക്കും. പക്ഷെ അത് മരിക്കണ തല, അത് ശരിക്കും കിടന്ന് വിറങ്ങലിക്കുന്ന തല കിടന്ന് വിറങ്ങലിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അതിനെ ഓടി വന്ന് രാവിലെ തൊട്ട് നമ്മള് വീഡിയോ എടുക്കാൻ പോയപ്പോ തൊട്ട്
സാർ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഞാൻ നടക്കുന്ന സമയത്ത് 3 റൗണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ വന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും, മതി എന്ന് പറഞ്ഞ് കൊണ്ടുവരും. അതിന് പിന്നെ അതിന് തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് റൗണ്ട് കൂടി പോകും. പിന്നെ കോടതി വിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറിന് വന്ന് ഓടി വന്ന് അല്ലെങ്കിൽ കാറിന് വന്ന് ഇറങ്ങാണ്ട് നോക്കി വരും. ആനയിച്ച് കൊണ്ടുവന്ന് പൂച്ച 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി വലിയ ഓർമ്മയാണ്. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വന്നു. വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ന് കറുത്ത ഷർട്ടൊക്കെ ഇട്ട് ഇന്ന് വളരെ സങ്കടം. അതുപോലെ തന്നെ പാപ്പൊക്കെ വിഷമായിരിക്കുന്നു പറഞ്ഞ അവരുടെ സങ്കടം ഓർത്തും ഒക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കൊച്ചിന്റെ മോളുടെ കൂട്ടുകാരത്തിയാണ് ആഷ്ലി. ഭയങ്കര പെറ്റായിരുന്നു. നമ്മളിരിക്കുകയാണെങ്കിൽ ഓടി വന്ന് മടിയിൽ കയറി ഇരിക്കും. വേറെ 2 വന്നുണ്ട്, ഒരാളും കൂടി വന്നു. ഇതിന്റെ ഒപ്പമുള്ളതാണ് ഈ പോയത്. ചേച്ചിയായിട്ട് തന്നെ വലുതായിട്ടുള്ള കൊച്ചു ആഷ്ലി. അത് നല്ല അതിന് കാണാൻ മാതിരി ഉണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. അതിന്റെ രോമം ഒന്ന് കൊഴിഞ്ഞായിരുന്നു കുറച്ചാള്. അത് ഞാൻ റിക്കവർ ചെയ്ത് എന്തോ ഒരു കാര്യം അതിനുണ്ടായി. ഇവര് കുടിക്കുന്നത് ഞങ്ങളുടെ തന്നെ അവക്കാടോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വൈഫിൻ്റെ കൈ കൊണ്ട് ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് പാല് ചൂടാക്കിയിട്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് അവക്കാടോ കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിക്കും. ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പിന്നെ അതിനകത്ത് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ടിട്ട് ഞാൻ പിന്നെ ഹോർലിക്സ് ഇട്ടിട്ടുണ്ട് കുറച്ച്. അല്ലെങ്കിൽ ഒരു ബ്ലാൻഡ് ടേസ്റ്റ് ആണ് അവക്കാടോക്ക്. ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയോളൂ. ഞാൻ അവക്കാടോ കുടിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളം കേട്ടോ. ഞാൻ പറയാണ് 6 വർഷത്തോളം അവക്കാടോ കുടിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള എല്ലാ മിനറൽസും എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അവക്കാടോ. എന്താ പറയുക, ഒരു ബെസ്റ്റ് ഫ്രൂട്ട് എന്ന് മാത്രമല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫ്രൂട്ടാണ് അവക്കാടോ. നമുക്ക് അവക്കാടോനെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് കുറച്ച് തൈകളൊക്കെ അവക്കാടോ ഉണ്ട്, പ്ലാന്റ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ എല്ലാ പ്ലാന്റ് നമ്മുടെ വേറെ പറമ്പിലാണ് പ്ലാന്റ്, തമിഴ്നാട്ടിലാണ് പ്ലാന്റ്. അവിടേക്ക് നമുക്ക് ഒരു ദിവസം നമുക്ക് പോകാം, ഗാർഡനിലേക്ക് നമുക്ക് പോകാം. വിദേശ രാജ്യങ്ങളൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതിന് സാധനത്തിന് ഒരു 100 രൂപയ്ക്ക് ആവറേജ് വില കിട്ടുള്ളൂ. വിദേശത്ത് പറഞ്ഞാൽ 400-500 കിട്ടും. 100 രൂപ നമുക്ക് ഇതിന് വില കിട്ടുള്ളൂ. ശരിക്കും ഹോൾസെയിൽ റേറ്റ് വില കിട്ടണുള്ളൂ. കാര്യം പറയുന്നുണ്ട് 300 രൂപയ്ക്ക് കൊടുക്കുന്ന പറയാനും കർഷകന്. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു മരത്തേൽ 600 കിലോ 1 ടൺ വരെ ഉണ്ടാവുന്ന അവക്കാടോ മരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 1 ടൺ വരെ. സാധാരണ രീതിയിൽ ഒരു 300 കിലോക്കാണ് സാധാരണ പ്രതീക്ഷിക്കുന്നത്. വലിയ മരമാവുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ വേറെ നമ്മുടെ ഇതിപ്പോൾ എൻ്റെ അല്ലാതെ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. ഒരു ഫ്രണ്ട് സോജി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ അത് അവക്കാടോ മരം ഒരു ദിവസം നമുക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് സോജി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം എനിക്ക് തന്നതാണ്. അതായത് നല്ല ഫ്രൂട്ടാണ് തന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളു. ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇത്. ഞാൻ അതിൻ്റെ ഫ്രൂട്ടും കാണിച്ചു തരാം. ശരി, ജസ്റ്റ് അടുക്കളയിൽ പോയിട്ട് തന്നെ ഫ്രൂട്ട് എടുത്തോണ്ടിരാം. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഫ്രൂട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നെ. പക്ഷെ ഇത് ഇവളുടെ മമ്മിക്ക് കൊടുക്കാമെന്ന് ഞാൻ ഓഫർ ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആയിരുന്നു സാധനം എന്തായാലും. ഇതില്ല, ഇതിന്റെ ഇരട്ടി വലിപ്പം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ അവൻ മൊത്തം പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മൂത്തതല്ല, ശരിക്കും മൂത്തതല്ല. അത് പറിച്ച് അണ്ണാന്റെ ശല്യം ഉള്ളതുകൊണ്ട് പറിച്ചു മാത്രമേ ഉണ്ടാക്കിയ ആള് കുടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.